ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ആരുടെ കുടുംബത്തിൽ ഇല്ലാത്ത ചിലത് നിന്നിൽ തുടങ്ങി നിന്റെ സന്തതി പരമ്പരകളിലേക്ക് എൻ്റെ ദൈവം കൊണ്ടെത്തിക്കട്ടെ. നീ സഹിച്ച നിന്ദകളും നീ സഹിച്ച അപമാനങ്ങളും കാര്യമാക്കേണ്ട. അനുസരിക്കുന്ന നിന്നോട് നീതി പുലർത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിനകത്തുനിന്ന് 2 ആശയങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ആക്ട്സ് ചാപ്റ്റർ 26 verse 19, 20, 21, 22 വായിച്ച് കേൾക്കാം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശങ്ങളും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇത് നിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ധന്യനായ പൗലോസ്ലീഗയുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് പൗലോസും നടത്തിയ സംഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. സുവിശേഷം നിമിത്തം പൗലോസ് ഒത്തിരി പീഡകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പൗലോസ് മാത്രമല്ല, യഥാർത്ഥമായിട്ട് ആര് സുവിശേഷം പറയുന്നുണ്ടോ അവർക്കെല്ലാം എതിരുകളുണ്ട്, പീഡകളുണ്ട്, സ്തോത്രം, എതിർപ്പുകളുണ്ട്. അതൊന്നും കണ്ട് ആരും പതറരുത്. സുവിശേഷ വേല സമർപ്പണമുള്ളവർ ചെയ്യേണ്ടതാണ്. പൗലോസിനെ സുവിശേഷം പറഞ്ഞു എന്ന ഒരു കാരണത്താൽ പൗലോസിനെ പല പല ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. പൗലോസ് ഈ അഗ്രിപ്പാവിനെ പറ്റി കുറേ കാര്യങ്ങൾ കേട്ടപ്പം അഗ്രിപ്പ രാജാവ് ഒരാളോട് പറയുന്നുണ്ട്, എനിക്ക് അവൻ്റെ പ്രസംഗം ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന്. സ്തോത്രം. 25-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ്റെ പ്രസംഗം എനിക്കൊന്ന് കേട്ടാൽ കൊള്ളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞേ കൂടെ നിന്ന് ആൾ പറഞ്ഞു, ഇന്ന് അവൻ വാ തുറന്നാൽ കേൾക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെയൊന്നും ചോദ്യത്തിനൊന്നും പൗലോസ് മറുപടി പറയത്തില്ല. പറഞ്ഞാൽ അതൊരു നല്ല മറുപടി തന്നെയായിരിക്കും. അങ്ങനെ പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം അഗ്രിപ്പ രാജാവിന് മുമ്പിൽ ധൈര്യത്തോടെ പൗലോസ് പറയുന്നൊരു പദമാണ്, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഒരു ദൈവവൈതലിൻ്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യമാണ്. 2 ആശയം പൗലോസ് അവിടെ പറയുക. ഒന്ന്, ഞാനൊരു സ്വർഗീയ ദർശനം പ്രാപിച്ച ആളാണ്. 2, ഞാൻ ഇന്നും നിൽക്കുന്നത് ഒരു ദൈവിക അനുസരണത്തിലാണ്. സ്തോത്രം. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത്, സ്തോത്രം, എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ഒരു സ്വർഗീയ വിളിയാണ്. എന്താ വിളിയാ? സ്വർഗീയ വിളി. അടുത്തിരിക്കുന്ന ആളെ തുടക്കി വെച്ചാൽ നിങ്ങൾ മേലെയുള്ള വിളി ഒരു സ്വർഗീയ വിളിയാന്ന് പറ. ദൈവത്തിന് സ്തോത്രം. 105-ാം സങ്കീർത്തനത്തിൻ്റെ 40-ാമത്തെ വാക്യം വായിക്കുമ്പം അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മെ സ്വർഗീയ ഭോജനം കൊണ്ട് ദൈവം തൃപ്തിപ്പെടുത്തുവാൻ. അപ്പൊ സ്വർഗീയ വിളി മാത്രമല്ല, സ്വർഗീയ ഭോജനം കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്തും. സ്തോത്രം. എബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം പഠിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ ദാനങ്ങൾ ആസ്വദിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എന്തുവാ സ്വർഗീയ ദാനങ്ങൾ? അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലൈഫ് മുഴുവൻ ഭൂമിയുമായിട്ട് കണക്റ്റ് അല്ല, സ്വർഗവുമായിട്ട് കണക്റ്റാണ്. കേട്ടോ, അവൻ്റെ വിളി കിടക്കുന്ന വിളി സ്വർഗീയ വിളിയാണ്. അവൻ ഭുജിക്കുന്നത് സ്വർഗീയ ഭോജനങ്ങളാണ്. അവൻ ആസ്വദിക്കുന്നത് സ്വർഗീയ ദാനങ്ങളാണ്. ഫിലിപ്പിയർ 3:20 പഠിക്കുമ്പം അവൻ്റെ പൗരത്വം സ്വർഗത്തിലാണ്. അവനോട് സ്വർഗീയ പൗരരാണ്. അടുത്തത് നമ്മൾ പഠിക്കുമ്പം 2 കൊരിന്ത്യർ 5:3 വായിക്കുമ്പം ഈ കൂടാരം പൊളിയുകയും
കൈപ്പണി അല്ലാത്തൊരു സ്വർഗീയ പാർപ്പിടം നമ്മൾ ഇതിൻ്റെ മീതെ ധരിക്കേണ്ടവരുമാണ്. അപ്പം ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം വിടുക. നമ്മുടെ മേൽ കിടക്കുന്നത് ഒരു സ്വർഗീയ വിളിയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ഇപ്പോഴും ഒരു ദൈവിക അനുസരണത്തിലാണ്. എന്തുവാണ് ദൈവിക? ഈ എഫെസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പം 2-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. 2-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യമൊട്ടൊക്കെ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നിങ്ങൾ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധീരരായിരുന്നു. ഇപ്പോഴോ അല്ല. ഒരാൾ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോ അതിന്റെ അർത്ഥം അവൻ ദൈവിക അനുസരണത്തിൽ വന്നു എന്ന. ഈ നിങ്ങൾക്കറിയാമോ, അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഒരു യോഗത്തിന് വന്നു വരുമ്പോൾ ഒരു ദൈവദാസനെ കൊണ്ട് തലേ കൈവച്ച് പ്രാർത്ഥിപ്പിക്കുന്ന അല്ല. ചിലർ പറയും, ബ്രദറെ വളരെ പ്രതീക്ഷയോടാണ് വന്ന്, ഇന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനല്ല. അനുഗ്രഹത്തിന്റെ രഹസ്യമെന്ന് പറഞ്ഞ അനുസരണ. ഈ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ 1 മുതൽ 15 വരെ അനുഗ്രഹവും 15 മുതൽ മുമ്പോട്ട് ശാപങ്ങളുമാണ് അല്ലേ? 28-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം എടുത്തായിരുന്നു വായിക്കാമോ? സ്തോത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. അപ്പൊ ദൈവത്തെ നീ അനുസരിച്ചാൽ ദൈവം നിന്നെ എന്താക്കാവുന്ന സകല ജാതികളും വെച്ച് ഉന്നതമാക്കാം. അടുത്ത വാക്യം കൂടെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ഇനി വായിക്കണ്ട. 15 മുതൽ വായിക്കുമ്പോൾ ദൈവത്തെ തിരസ്കരിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാൽ ഈ ശാപമല്ല നിനക്ക് വരും. അപ്പൊ ശാപം വരുന്ന റൂട്ട് ഏതാ? അനുസരണക്കേടാ. സ്തോത്രമൊക്കെ ഒറ്റ സ്തോത്രമില്ല. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളൊന്ന് ചുമ്മാ ഒന്ന് തൊട്ടേച്ച് ചോദിച്ചു, അനുസരണമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. അനുസരണമൊക്കെ മിണ്ടുന്നില്ല. ഈ കൊറോണ വന്നപ്പോഴാണ് ഈ പേരൻസിന് പിള്ളേർ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുമ്പം മറ്റേ സാറുമാരെയൊക്കെ 100 ഡിഗ്രി പേരൻസ് ചാടിക്കുമായിരുന്നു. കൊറോണ വന്നപ്പോൾ പിള്ളേർ ഒരു കൊല്ലത്തോളം വീട്ടിൽ പോകാതിരുന്നപ്പോഴത്തേക്ക്, സ്കൂളിൽ പോകാതിരുന്നപ്പോഴത്തേക്ക് പേരൻസ് സാറുമാരെ ഓർത്ത് സ്തോത്രം പറയുമായിരുന്നു. അപ്പോൾ ഇവന്മാരെ രാവിലെ 9 മണിക്ക് ഒരു പൊതിയും കൊഴിച്ച് ഇറക്കി വിടിയിച്ചാൽ രക്ഷപ്പെട്ട് ഇനി 5 വരെ ഫ്രീ. പല പേരൻസും ജോലി രാജിവെച്ച്, കാരണം ജോലിക്ക് പോകാൻ പറ്റുകയല്ല, പിള്ളേർ വീട്ടിലുണ്ട്. എന്നാ കുരുത്തം കേടാ. എന്നിട്ടൊക്കെ നമ്മൾ പറയുന്നൊരു ഭാവമുണ്ട്, എടാ കുറച്ചൊക്കെ അനുസരിക്കടാ. ആരനുസരിക്കാൻ? അപ്പൻ അനുസരിക്കുന്നില്ല, പിന്നെ മോൻ അനുസരിക്കുമോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഞാൻ വചനത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരും. ഒരാൾ കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ അവർ ദൈവത്തെ അനുസരിക്കണം. എന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിച്ചാൽ. നമുക്ക് മനസ്സിലാകാനായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. രണ്ടും വെച്ചിട്ടുണ്ട്. അനുഗ്രഹവും വെച്ചിട്ടുണ്ട്, ശാപവും വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട്, കൃപായുഗത്തില് ശാപമില്ല. കൃപായുഗത്തിൽ എന്തില്ല? ശാപമില്ല. പക്ഷെ അനുസരണം കെട്ടവന്റെ മേലുണ്ട്. മിണ്ടുന്നില്ല. മനസ്സിലായില്ലേ? നിന്റെ മുഴുവൻ ശാപവും കർത്താവ് കാൽവറി തകർത്തു. എന്നിട്ടും അനുസരണം കെട്ട് നടന്നാൽ മിണ്ടുന്നില്ലല്ലോ. ഞങ്ങളുടെ അടുത്ത ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിലെ ഒരു കാര്യം. പിണങ്ങൊന്നും ചെയ്യൽ, എഴുന്നേറ്റ് പോവുകയും ചെയ്യല്ല. പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രായമുള്ള അമ്മച്ചി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇച്ചിരി അകന്ന ബന്ധത്തിലൊരു അമ്മച്ചിയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ പോകുന്ന അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ അന്യഭാഷ സ്പാനിഷ് ഭാഷ പോലൊരു ഭാഷയാണ്. നമ്മളൊക്കെ കൊച്ചു പിള്ളേരാണ്. അമ്മച്ചി ഇങ്ങനെ കല്ലുമുട്ടായും ഗ്യാസ് മുട്ടായും കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. ഇപ്പം ആർക്ക് വേണം ഗ്യാസ് മുട്ടായിയൊക്കെ?
ഈ പേപ്പറിൽ പൊതിഞ്ഞ 5-6 ഗ്യാസ് കൂടെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ വെട്ടിക്കൂടി ആ ഗ്യാസ് മുട്ടായിക്ക് പിന്നെ അടിയാണ്. വൈകിട്ടാകുമ്പോൾ അമ്മച്ചി ഇങ്ങനെ മുറിക്കാത്തിരുന്ന് തലേ തുണിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്പാനിഷ് ഭാഷ പറയും. അപ്പം ഞങ്ങളിങ്ങനെ ചെന്നിരിക്കുക, എന്നിട്ട് ഭയങ്കര കളിയാക്കുക. ഈ അമ്മച്ചി ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വരുന്നത് ഇച്ചിരി വിഷമം പറയണം. എന്താണെന്ന് ചോദിച്ചാൽ ആ അമ്മച്ചിക്ക് ഒരു മോനേ ഉള്ളൂ. ആ മോന് അമ്മച്ചിക്ക് ഒന്നും കൊടുക്കത്തില്ല. എന്തെങ്കിലും ഒരു നല്ല കറി വെച്ചാൽ, ഒരു ചിക്കൻ കറി വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ബീഫ് വാങ്ങിച്ച കറി വെച്ചാൽ അന്ന് പത്തായത്തി വെച്ച് കൂട്ടും. ഫ്രിഡ്ജൊന്നുമില്ല. എന്താ എവിടെ വെക്കുന്നത്? സഹകരിച്ച് പത്തായത്തി വെച്ച്. അങ്ങനെ ഈ അമ്മച്ചിക്ക് ഒന്നും കൊടുക്കാതെ ഈ അമ്മച്ചി ഇങ്ങനെ വളരുക. അമ്മച്ചി ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരുമ്പം, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ അമ്മച്ചി ഒരാഴ്ചയൊക്കെ നിൽക്കും. ഞങ്ങളുടെ ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോയി നിൽക്കും ഒരാഴ്ചയൊക്കെ. പക്ഷേ പിന്നെ അമ്മച്ചി വീട്ടിൽ പോകും. ഈ അമ്മച്ചിക്ക് മകന് 2 പിള്ളേരുണ്ട്. രണ്ടുപേരും, ഒരാൾ ഗൾഫിൽ, രണ്ടുപേരും ഗൾഫിലായിരുന്നു. ഒരാൾ നാട്ടിൽ വന്നു. മറ്റേ ആൾ നാട്ടിൽ വന്നപ്പം അമ്മ പറഞ്ഞ് അവരുടെ അടുക്കളയ്ക്കകത്ത്, കിച്ചൻ്റെ അകത്ത് ഒരു ദിവസം മേശിരി ആശാരി എല്ലാം കൂടെ വന്നിട്ട് കിച്ചൻ 2ആയിട്ട് കെട്ടിത്തിരിച്ചു. എന്ന് പറഞ്ഞാൽ മൂത്ത ചേട്ടൻ്റെ ഭാര്യ വെക്കുന്ന ആഹാരം ഇളയ അനിയനും ഭാര്യയും കഴിക്കത്തില്ല. അവർക്ക് വേറൊരു കിച്ചൺ. അപ്പോൾ ഒരടുക്കളയ്ക്കകത്ത് 2 കിച്ചൺ. ഇവിടെ നോക്കിയേ, പത്തായത്തി വെച്ച് പൂട്ടിയതാ. ഇപ്പം ആ അടുക്കളയ്ക്കകത്ത് 2 കിച്ചൺ. അതിൽ മൂത്തവൻ ഒരു ദിവസം കുടിച്ചേച്ച് വന്ന അപ്പനെ കാലെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി റോഡേ കൂടെ. ആ പാരമ്പര്യം പോകുന്നത് കണ്ടോ? എല്ലാത്തിൻ്റെ രഹസ്യം ബൈബിളിൽ പറയാം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ. ഞാൻ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, എന്തോ കാണിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും. അനുസരണത്തിൽ ജീവിച്ചാൽ നിനക്ക് നിന്റെ സന്തതിയുടെ കാലം തൊട്ട് അനുഗ്രഹം, അല്ല നിന്റെ കാലം തൊട്ട് അനുഗ്രഹം. അത് ഞാൻ ബൈബിളിൽ കൊണ്ടൊന്ന് തെളിയിച്ചുകൊണ്ട് വന്നിട്ട് വരാൻ വേണ്ടിയാണ് ഇന്ന് എൻ്റെ ഉള്ളിൽ ദൈവം പ്രേരണ തന്നേക്കുന്നത്. അപ്പം മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാൻ പഠിക്കണം. മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാനായിട്ട് പഠിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. 26-ാമത്തെ വാക്യം മുതൽ. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ വെക്കുക. അനുഗ്രഹവും വെക്കുന്നു, ശാപവും വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ അനുഗ്രഹവും, അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. ദൈവത്തിന് ഏറ്റവും പിണക്കമുള്ള കാര്യമാണ് അന്യ ദൈവങ്ങളെ സേവിക്കുക. അത് ചെയ്യാൻ പാടില്ല. ചെല്ലു പോത്തിൽ നേർച്ച കൊടുത്തു വിടും. പോകുമ്പോൾ ഇതോടെ ഞങ്ങളുടെ വകയായിട്ട്, സൗദാമയുടെ വകയായിട്ടിരിക്കട്ടെ. നിങ്ങൾ എൻ്റെ പറ്റിയ സ്വോത്രം പോലും പറയുന്നത് വല്ല കുഴപ്പമുണ്ടോ? അപ്പോട്ടെ, ഞാൻ ഈ വലിയ കാര്യത്തിലോട്ട് വരിക. അപ്പം അനുസരണമാണ് സകല അനുഗ്രഹത്തിൻ്റെ രഹസ്യം. അപ്പോൾ ഒരാൾ ഈ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ന്യായപ്രമാണവും കൃപയും പഠിപ്പിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന ഭാഗത്തോട്ട് വരുന്നതിന് മുമ്പ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തിയ ഒരു കാര്യം പറയാം. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ എന്തുവായി? പാപി. ഇതെവിടെ വെച്ചാ? ഏതനി വെച്ചാ. അപ്പൊ ഏകൻ്റെ അനുസരണക്കേടിനാൽ എന്ത് ചെയ്തു? ഒത്തിരി പേര് പാപിയായി. പക്ഷെ ഏകൻ്റെ അനുസരണം, അതാരാ? പുത്രൻ യേശുക്രിസ്തു. സ്ത്രീ വൃക്ഷത്തിലേക്ക് കൈനീട്ടി പാപം ചെയ്തപ്പോൾ സ്ത്രീയുടെ സന്തതി ഒരു വൃക്ഷക്കൊമ്പിൽ കൈ സമർപ്പിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ഈ ജനത്തെ എനിക്ക് വേണം. ഹല്ലേലൂയ. കണ്ടോ? ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. അപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം വലിയൊരു ദൂതിലോട്ട് വെച്ച് കഴിയുമ്പോൾ ഈ അന്തരീക്ഷമൊക്കെ അങ്ങ് മാറും. അപ്പം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഓർക്കണം, ദൈവത്തെ അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടാവണം. ഹല്ലേലൂയ. നടത്തിരിക്കുന്ന തൊട്ട് ദൈവത്തെ അനുസരിക്കുന്ന സ്വഭാവം. ആര് പറഞ്ഞാലും കേൾക്കുകയില്ല, ഉപദേശിച്ച് പറഞ്ഞാലും കേൾക്കുകയില്ല. ഇനി ശാസ്താൽ യേശുക്രിസ്തു നേരിട്ട് വന്ന് ഒരു ദിവസം നിങ്ങൾ വീട്ടിലോട്ട് വരുമ്പോൾ യേശുക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ വന്നേച്ച് പറയാം, മോളെ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലും എനിക്ക് സൗകര്യമില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, വിശ്വാസികളും ഉണ്ട്. ഞാൻ നിങ്ങളോട് തുറന്ന് പറയുക, അനുഗ്രഹിക്കപ്പെടാൻ വലിയ പാടാ. പക്ഷെ അനുസരിക്കുന്നവനെ നിശ്ചയമായും ദൈവം അനുഗ്രഹിച്ചിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്.
യേശുവിനെ സ്വീകരിക്കുന്ന നാൾ മുതൽ നമുക്ക് ഈ ഭൂമിയിൽ ആയുസിട്ട നാൾ വരെ ദൈവത്തെ അനുസരിച്ചാലേ പറ്റും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടത് ആവശ്യമുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം, എന്നിട്ട് ഇനി ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് വരാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം എടുത്ത്. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 11 verse 6. തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഈ ചിലർക്ക് ഈ ശലോമോന്റെ കൂട്ട് സ്വഭാവമാണ്. കുറച്ച് അനുസരിക്കും, കുറച്ച് അനുസരിക്കത്തില്ല. ഇവിടെ ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് ശലോമോൻ അനുസരിച്ചു, പക്ഷെ പൂർണ്ണമായിട്ട് അനുസരിച്ചില്ല. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് വെച്ചാൽ പൂർണ്ണമായിട്ട് അനുസരിക്കണം എന്ന് പറഞ്ഞ ദൈവത്തെ വലിയ പാടാ. എങ്ങനാ പൂർണ്ണമായിട്ട് വല്ല അനുസരണക്കേടും ഉണ്ടെങ്കിൽ ഈ പണ്ടൊക്കെ ചില പിള്ളേരെ നമ്മൾ ഇങ്ങോട്ട് വാടാന്ന് വിളിച്ച അവന്മാർ എന്തോ ചെയ്യും? അങ്ങോട്ട് പോകും. അതുകൊണ്ട് ബുദ്ധിയുള്ള അപ്പന്മാർ പറയും അങ്ങോട്ട് പോകാൻ പറയും, അന്നേരം അവൻ ഇങ്ങോട്ട്. സ്തോത്രം. പഴയ ആൾക്കാർ പറയുന്ന ഒരു ഭാഗമുണ്ട്, വിളിക്കുന്ന വഴിയെ വന്നില്ലേ വരുന്ന വഴിയെ അടിക്കുമെന്നു. അത് പറഞ്ഞാൽ എത്ര പ്രസംഗിച്ചിട്ടും ചൊവ്വാകുന്നില്ല. ഇവനിങ്ങനെ നുണയം പറഞ്ഞ് നാട്ടുകാരുടെ കുറ്റവും കണ്ടുപിടിച്ച്, ഉപദേശിയുടെ കുറ്റം കണ്ടുപിടിച്ച്, വീട്ടുകാരുടെ കുറ്റം കണ്ടു, സഭയുടെ കുറ്റം കണ്ടുപിടിച്ച്, ഇവന്മാർക്ക് ഇവൻ്റെ നോട്ടത്തിൽ ഒറ്റ നല്ല സഭയില്ല, ഒറ്റ വിശുദ്ധന്മാരില്ല, ഒറ്റ ദൈവദാസന്മാരില്ല, അവൻ മാത്രമേ ഉള്ളൂ. അതൊരു പ്രത്യേക അസുഖം. അതിന് കൊറോണ വന്നിട്ടും അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങളെന്നെ ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ വലിയൊരു കാര്യത്തിലോട്ടാണ് വരുന്നത്. അപ്പം അനുസരണമെന്ന് പറയുന്നത്, യേശുവിനെ സ്വീകരിച്ചിട്ട് ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാകണം? അനുസരണം ഉണ്ടാകണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുസരണം ഉള്ളവരാണോ? ഇവിടെ ശലോമോന് പറ്റിയ ഒരു ഒറ്റക്കുറവ്. ശലോമോനെ പോലെ ജ്ഞാനി ആരുണ്ടായിരുന്നു? അവൻ പരാജയപ്പെടാൻ കാരണം പൂർണ്ണമായി അനുസരിക്കാഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്നൂടെ താഴെ അതേ അധ്യായത്തിൻ്റെ തന്നെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അതുകൊണ്ട് സംഭവിച്ച എന്നാ 9-ാമത്തെ വാക്യത്തിൻ്റെ പകുതി ഒരു വായിച്ചാൽ മതി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുക കൊണ്ട് യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് കോപിച്ചു. എന്തുവാ കാര്യം? അനുസരണക്കേട് ദൈവത്തിന് ഇഷ്ടമല്ല. യെശയ്യാവ് പ്രവചിക്കുന്ന ഒരു പ്രവചനമുണ്ട്, മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ നീ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എങ്ങും തേടിപ്പോകണ്ട, ദേശത്തിന്റെ നന്മ അനുഭവിക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മനസ്സ് വെച്ച് ദൈവത്തെ കേട്ടനുസരിക്കണം. എനിക്കൊന്ന് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 18-ാം വാക്യമോ 19-ാമത്തെ വാക്യമോ. മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിന്റെ നന്മ നീ അനുഭവിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 1-ന്റെ 18-ഓ 19-ഓ ആണ്. മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ. 18-ആണോ 19-ാം വാക്യം. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഇറ്റലിയിലും ഫ്രാൻസിലും ഒന്നും പോകണ്ട, നിന്റെ ദേശത്ത് നിനക്ക് നന്മയുണ്ട്. ഒരാമയും വരുന്നില്ല. നീ എങ്ങും തേടി പോകണ്ട, എല്ലാം നിന്നെ തേടി വരും. ഒറ്റ വഴിയുള്ളൂ, ദൈവത്തെ അനുസരിക്കാൻ പഠിക്കുക. ഈ അനുസരിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ വലിയ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ദൂതിലോട്ട് വരിക. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയാം, അനുസരിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അനുഗ്രഹം നിന്റെ അടുക്കൽ തന്നെ ഉണ്ട്. അനുസരിക്കുന്ന സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. പുറപ്പാട് പുസ്തകത്തിലെ 15-ാം അധ്യായത്തിലെ സ്തോത്രം, ദൈവം ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യമാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. എനിക്കൊന്ന് 15-ാം അധ്യായം 16-ാം വാക്യം അങ്ങനെ കണ്ടാ വരുന്നത്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 26-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്കു നീ ശ്രദ്ധയോടെ കേട്ട്. ദൈവത്തിന്റെ വാക്ക് എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും ചെയ്ത് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഉറപ്പ് തരുക, മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തത്തില്ല.
ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ അനുസരിച്ചാൽ നിന്റെ അയൽവക്കത്തെ വീട്ടിൽ വന്ന അനർത്ഥം നിന്റെ വീട്ടിൽ വരികയില്ല. മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും ഉണ്ടോ. നിന്റെ വീടിന്റെ ഏറ്റവും വലിയ സൂക്ഷിപ്പ ദൈവത്തെ അനുസരിക്കുന്നവനായി തീരുക. ഹല്ലേലൂയ. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും തരത്തിലുള്ള അനുസരണക്കേട് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സ്തോത്രം കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകണം. ദൈവത്തെ അനുസരിക്കുന്നവരാകണം. ചിലർ കണ്ടിട്ടില്ലയോ, അവർക്ക് ഭയങ്കര ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യതയാണ് നിങ്ങളോട് മനസ്സിലാക്കത്തെ. ഞാൻ ബൈബിളിൽ നിന്ന് ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ അനുസരിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ പറയാനാണ്. എനിക്കെന്തോ ദൈവം ബോധ്യം തരികയാണ്, നിന്റെ ജീവിതത്തിൻ്റെ ചില കുറവുകളെ ഇന്ന് ചൂണ്ടിക്കാണിക്കുക പരിശുദ്ധാത്മാവ്. കാരണം നിന്നെ അനുഗ്രഹിച്ച അഗ്രിപ്പാനോട്, അഗ്രിപ്പ രാജാവേ, എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാനൊരു ദൈവിക അനുസരണത്തിലാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയാം, നിന്റെ ഒരാട പ്രാർത്ഥന മതി നിന്റെ വീട് രക്ഷപ്പെടാൻ. ദൈവത്തെ അനുസരിക്കുന്ന ഒരാളാണെങ്കിൽ 1 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ശമൂവേൽ പ്രവാചകൻ പറയുക, അനുസരിക്കുന്നത് യാഗത്തെക്കാട്ടിലും ശ്രദ്ധിക്കുന്നത്, ഹല്ലേലൂയ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. 22 ആദ്യം മുതലേ അങ്ങ് വായിച്ചേക്കാം. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അടുത്ത കേട്ടോ, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും, ദൈവത്തെ അനുസരിക്കുന്നത് യാഗത്തെക്കാട്ടി നല്ലതാണ്. ഒരു കാളയും കൊണ്ട് യോത്തിന് വരുന്നതിനേക്കാട്ടും നല്ലതാണ് ദൈവത്തെ അനുസരിക്കുന്നത്. 500 സ്തോത്രം ഇടുന്ന പറയുന്നതിനേക്കാൾ നല്ലതാണ് ദൈവത്തെ അനുസരിച്ചിട്ട് സ്തോത്രം പറയണം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നീ ഒരു ദൈവിക അനുസരണത്തിലാണ്. നിന്റെ എത്ര വലിയ നന്മ നിങ്ങൾ നോക്കി. ഏദനിൽ എത്ര വലിയ അനുഗ്രഹമാണ് ദൈവം ആദമഹവന്മാർക്ക് കൊടുത്തിരുന്നത്. നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു ചില ദിവസമൊക്കെ ചിന്തിച്ചപ്പം ദൈവം എത്ര വലിയ സിസ്റ്റമാണ് മനുഷ്യന് വേണ്ടി ദൈവം ആരംഭിച്ചത്. അതിൻ്റെ എല്ലാം തകർച്ചയുടെ രഹസ്യം അനുസരണക്കേടാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് ഈ വചനം കേൾക്കുമ്പം ഞാനൊരു കാര്യം നിങ്ങൾ ചോദിക്കുക, ഈ വള്ളത്തെ കയറിയിട്ടുള്ളവരുണ്ട്, കൈപൊക്കിക്കുക. വള്ളത്തെ കയറിയിട്ടുള്ളവർ, സ്വന്തമായിട്ട് വള്ളമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാൾക്കുണ്ട്. വേറെ ആരെങ്കിലും സ്വന്തമായിട്ട് വള്ളം? ഞങ്ങളുടെ കുട്ടനാട്ടൊക്കെ ചെന്ന് കൈവെക്കാൻ പറഞ്ഞ മൊത്തം വള്ളമുള്ള ആൾക്കാരാണ്. എല്ലാ വീടുകളിലും വള്ളമുണ്ട്. വള്ളത്തെ കയറിയിട്ടുള്ള നിങ്ങളോട് ചോദിക്കുക, ഈ വള്ളത്തിനൊരു ചെറിയ സുഷിരം വീണാൽ അതിനകത്തൊരു വെള്ളം എന്ത് ചെയ്യും? വെള്ളത്തിനകത്ത് പഴയ വെള്ളമൊക്കെയാണ് എന്താ എന്നറിയോ, ഈ വള്ളക്കാരന് ആൾക്കാരെയും കൊണ്ട് തുഴഞ്ഞ് അക്കരെ പോകുമ്പം ഒരു പയ്യനെ കൂടെ ഇടയ്ക്ക് കയറ്റും. എന്തിനെന്നറിയോ? അവനെ ഈ നടുക്കത്തെ ആ വള്ളത്തിൻ്റെ ഒറ്റ മധ്യത്തിൽ ഒരു പലയുണ്ട്, അതിൽ എഴുതും. എന്നിട്ട് അവൻ്റെ ഒരു കോപ്പയോടെ കൊടുക്കും. എന്തിനാണെന്നറിയോ? കയറുന്ന വെള്ളം ഇവൻ ഇങ്ങനെ കോരി, ഇവൻ തുഴയുന്നതിനൊത്ത് ഇവൻ ഇങ്ങനെ കോരി, കാര്യം കോരി കളഞ്ഞില്ല ഈ വള്ളം എന്ത് ചെയ്യത്തില്ല, അക്കരെ. വള്ളത്തിൽ വെള്ളം കയറിയാൽ എന്തുവാവും? വള്ളം വെള്ളത്തിലായി പോവും. നിന്നെ വെള്ളത്തിൽ നിന്ന് കയറ്റാനുള്ള പ്രസംഗമായി പ്രസംഗിക്കുന്നത്. സ്തോത്രം. അനുസരണക്കേട് കൊണ്ട് നിന്റെ വള്ളത്തിനകത്ത് വെള്ളം കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വള്ളത്തിനകത്തെ സുഷിരങ്ങൾ അടയ്ക്കണം. നിന്റെ വള്ളം മുങ്ങാതെ അക്കരെ എത്താൻ നിനക്കൊരു മറുകരയുണ്ട്. അവിടെ വലിയ അനുഗ്രഹങ്ങളായി എൻ്റെ അപ്പൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാരണം അനുസരണക്കേട് വരാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായോ? സ്തോത്രം. എന്തുവാ? കുറച്ച് അനുസരണക്കേട് നമുക്കുണ്ട്, അത് മാറ്റണം. എന്തുവാണ് ദൈവത്തെ അനുസരിക്കണം? അപ്പോൾ അനുസരിക്കുന്നത് യാഗത്തെക്കാട്ടിലും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അത്ര വലിയൊരു യാഗം നടത്തുന്നതിനേക്കാൾ നല്ലതാണ്. ഇനി പഴയ നിയമത്തിൽ മാത്രമല്ലല്ലോ, പുതിയ നിയമത്തിലോട്ട് നമുക്ക് ഓടി വരാം. പത്രോസിന്റെ 1-ാം ലേഖനം എടുത്തേ, 14-ാം അധ്യായം. സ്തോത്രം. 1-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം വായിച്ചാട്ട്. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേ. അപ്പം വിശുദ്ധനായാൽ മാത്രം പോരെ, എന്തോ കൂടെ വേണം, അനുസരണമുള്ളവരാകണം. മിണ്ടുന്നില്ല. ചിലരൊക്കെ ഒന്ന് പിടിച്ചിരുത്താൻ കമ്മിറ്റിയിലൊക്കെ തുടങ്ങുമ്പോൾ ബ്രദറെ ഒന്ന് ഇരുന്നാട്ട്, എനിക്ക് പറയാനുണ്ട്. എന്തുവാ പറയാനുള്ളത്?
പാസ്റ്റർ ശരിയല്ല, സെക്രട്ടറി ശരിയല്ല, ട്രഷറർ ശരിയല്ല, പിന്നെ ആരാ ശരി? ബ്രദർ ശരിയാ, എനിക്ക് ശരിയാ, ഞാൻ ശരിയല്ലേലും മിണ്ടുന്നില്ല നിങ്ങളാരും. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, എവിടെങ്കിലുമൊക്കെ അനുസരണക്കേട് ഉണ്ടെങ്കിൽ, അപ്പം പുതിയ നിയമതി ക്രിസ്തുവിൻ്റെ രീതി നിങ്ങൾ പഠിച്ചേ. ഈ ഫിലിപ്പിയനാണ് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് അടുത്ത കാരണം ക്രൂശോളം അനുസരണമുള്ളവനായി. ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം അധ്യായം, അവൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ഇപ്പം കണ്ടുപിടിച്ച ഇപ്പൊ സമ്മാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദൈവരൂപത്തിലിരിക്കെ പറഞ്ഞ 2-ാം അധ്യായം 6-ാം വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അനുസരണം വേണമായിരുന്നോ? പൗലോസ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ഗെത്സമനിലെ പ്രാർത്ഥനയില് കർത്താവ് മുട്ട വീണ് പറയാ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എന്നിട്ട് പറയാ, എന്റെ ഇഷ്ടമല്ല, എനിക്ക് അവിടുത്തെ വാക്ക് അനുസരിക്കേണ്ടത് ഉണ്ടെന്നില്ല. നിങ്ങൾക്കറിയാം, ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവപൈതലിനെ ആത്മീക ജീവിതം കൊണ്ടുപോകാൻ വളരെ നല്ലതാ, വളരെ ഈസിയാ അവരെ കൊണ്ടുപോകാൻ. ദൈവത്തെ അനുസരിക്കുന്ന വിശ്വാസികളാണ് ഈ ചർച്ചിലുള്ളതെങ്കിൽ അവരെ കൊണ്ടുപോകാൻ ഈസിയാ. അവരോട് പ്രത്യേകിച്ച് ഒരു കറക്ഷനും അവർക്ക് വേണ്ട, കാര്യം അവർ ദൈവത്തെ അനുസരിക്കുന്നവരാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഭയുടെ സിസ്റ്റം എന്തുവാ? പുത്രൻ പിതാവിനെ അനുസരിക്കുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് എഴുതിയിട്ടുണ്ട്, ഞാൻ പിതാവിന്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ പിതാവിനെ അനുസരിച്ചതുപോലെ നിങ്ങൾ എൻ്റെ അനുസരണത്തിൽ വസിപ്പീൻ. കണ്ടോ? അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു അനുസരിക്കുന്ന സ്വഭാവം നമുക്ക് ആവശ്യമാണ്. അവിടെയാണ് അനുഗ്രഹത്തിൻ്റെ കലവറ വെളിപ്പെടുന്നത്. നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇന്നെന്തോ നിന്റെ ലൈഫിൽ നീ അല്പം കൂടെ ക്രമീകരണങ്ങൾ ലൈഫിൽ പാലിക്കുന്നെങ്കിൽ ഒരു വലിയ ഓപ്പണിങ് ദൈവം തരാൻ പോവാം. ഒരാമയും വരുന്നില്ല. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കാലം തൊട്ടൊരു വലിയ മാറ്റം വേണമെന്ന്? ഞാൻ ഇനി ദൂതിലോട്ട് വരിക. ഇത്രയും നേരം ഞാൻ ഈ വിഷയത്തിൻ്റെ ഒരു വെളിപ്പാട് പറയുമായിരുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കാലം തൊട്ടൊരു മാറ്റം വേണം? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാനൊക്കെ യേശുവിനെ സ്വീകരിച്ചു വന്ന സമയത്ത്, ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് എന്നെ സ്നേഹിക്കുന്ന ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ ദൈവദാസന്മാർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്, മോനെ നീ പ്രാർത്ഥിച്ചോ, നിൻ്റെ കാലം തൊട്ട് നിൻ്റെ അപ്പൻ്റെ പാരമ്പര്യത്തിലും അമ്മയുടെ പാരമ്പര്യത്തിലും ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ നിൻ്റെ കാലം മുതൽ ആരംഭിക്കണം. നിന്റെ പിള്ളേർ പറയണം, എൻ്റെ അപ്പൻ്റെ കാലം തൊട്ടാ എൻ്റെ കുടുംബത്തിൻ്റെ ഗതികേട് മാറിയത്. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക, നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ ഇതുവരെ ഇല്ലാത്തത് എന്തോ നിന്നിലൂടെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടത് കയ്യടിയല്ല, അനുസരണമാണ്. അനുസരിച്ചവൻ വേണം ആരാധിക്കാൻ. സർവശക്തനായ ദൈവം പറഞ്ഞ ഒരു വചനം എടുത്തുകൊണ്ട് നമ്മുടെ ധ്യാനം തുടങ്ങാം. നടത്തിരിക്കുന്നതൊക്കെ ഒന്ന് കൈയെടുത്ത് പറ, പൂർണ്ണമായിട്ട് ദൈവത്തെ അനുസരിക്കണമെന്ന് പറ. പക്ഷേ കുറച്ചൊക്കെ പക്ഷത്തുള്ളൂ. ഞാൻ പറഞ്ഞു, നിന്റെ കാര്യത്തിൽ എനിക്കും കുറച്ചൊക്കെ പൂർണ്ണമായിട്ട് ദൈവത്തെ. ഇപ്പം എൻ്റെ മുമ്പേ എല്ലാം കൈവക്കി പാസ്റ്റർ ഞാൻ കുറച്ച് അനുസരണം കേട്ടോന്നൊന്നും പറയണ്ട. ഇന്ന് വീട്ടിൽ ചെന്നേച്ച് എന്തൊക്കെ അനുസരണക്കേടുണ്ടോ അതെല്ലാം മാറ്റണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ഈ ശുശ്രൂഷകന്മാരായ ഞങ്ങൾക്ക് ശുശ്രൂഷ വരുമ്പോഴേ ഞങ്ങൾക്ക് ഒത്തിരി അനുസരണത്തിൻ്റെ രീതികളിൽ കൂടാണ് ശുശ്രൂഷ കയറി വന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന് മൈക്ക് പിടിച്ചോണ്ട് നമുക്കിപ്പം വലിയ അത്ഭുതം നടക്കുവാന്ന് പറയുമല്ലായിരുന്നു. ഒത്തിരി ദൈവദാസന്മാരെ അനുസരിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവവേലയെ അനുസരിക്കുകയും ദൈവിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അനുസരണം ഒരു ഭയങ്കര അനുഗ്രഹമാണ്. ചിലരുടെ അനുസരണം കാണുമ്പോഴേ കർത്താവിനറിയാം നിന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ബൈബിളിലെ ഒരു വചനത്തോടെ ചിന്ത തുടങ്ങിയിട്ട് മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യത്തോടെ നമുക്ക് ധ്യാനം തുടങ്ങാം. എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യം ദൈവം സംസാരിക്കുന്ന ഭാഗമാണ്. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുൾ ചെയ്യുന്നു. യഹോവ ആരോട് അരുളി ചെയ്യുക? മുകളിലത്തെ 2 വാക്യം കൂടെ വായിച്ചേ. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്. ആരോട് പറയുന്നതാ? ദൈവം അബ്രഹാമിനോട് പറയുന്ന പദം. നീ എനിക്ക് സ്തോത്രാഴ്ച ഇട്ടുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കാന്നല്ല. സ്തോത്രം പോന്ന് പോക്ക് കണ്ടോ? നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്. ഈ എബ്രായ ലേഖനകർത്താവ് അബ്രഹാമിനെ കുറിച്ച് ബൈബിളിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവൻ എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കാതെ അനുസരിച്ച് യാത്ര പുറപ്പെട്ടത്. ഒരാമയും വരുന്നില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനുസരണമാണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവം അബ്രഹാമേ നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ചുരുൾ അഴിയാൻ പോവുക, നീ എന്നെ അനുസരിച്ചത് കൊണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ആരുടെയും കുടുംബത്തിൽ ഇല്ലാത്ത ചിലത് നിന്നിൽ തുടങ്ങി നിന്റെ സന്തതി പരമ്പരകളിലേക്ക് എൻ്റെ ദൈവം കൊണ്ടെത്തിക്കട്ടെ. നീ സഹിച്ച നിന്ദകളും നീ സഹിച്ച അപമാനങ്ങളും കാര്യമാക്കണ്ട. അനുസരിക്കുന്ന നിന്നോട് നീതി പുലർത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ചില കാലതാമസം തകർച്ചയ്ക്കല്ല, വലിയ മഹത്വത്തിനാണ്. ഒരാമയും പറഞ്ഞാട്ടെ. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പം ചില കാലതാമസം ഓർത്ത് ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. ഒരു വെളിപ്പാടിലൂടെ പറയാം, ഇനി അധികം താമസമില്ല. ആ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടാൻ പോവാ. നീ കണ്ട സ്വപ്നം കറക്റ്റാ, നീ കേട്ട ശബ്ദം കറക്റ്റാ, നീ കേട്ട അരുളപ്പാട് കറക്റ്റാ. എഴുതിയിട്ടു. നീ തകരാൻ പോകുവല്ല. നിന്റെ സന്തതിയുടെ കാലത്ത് നീ നോക്കി നിൽക്കുമ്പോൾ അവരിൽ വെളിപ്പെടാൻ പോകുന്ന അനുഗ്രഹം നീ കാണും. പക്ഷെ നീ ദൈവത്തെ അനുസരിക്കണം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അബ്രഹാമിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് ദൈവം അബ്രഹാമിനോട് പറയുന്ന 2 വാക്യങ്ങൾ വായിച്ച് കേൾക്കണം. 1-2 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുൾ ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കും. ഒന്നാമത് ദൈവം പറഞ്ഞത് അബ്രഹാം അനുസരിച്ചു. വിടണമെന്ന് പറഞ്ഞതെല്ലാം അബ്രഹാം വിട്ടു. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേ ചോദിച്ചു, ദൈവം പറഞ്ഞതെല്ലാം വിട്ടോന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞതെല്ലാം പാസ്റ്റ് ലിസ്റ്റ് എനിക്കറിയത്തില്ല. പ്രാർത്ഥിച്ചു പറയാം, എനിക്കറിയത്തില്ല. പക്ഷെ നിന്റെ കാര്യം നിനക്കറിയാം. എന്തൊക്കെ വിട്ടിട്ടുണ്ട്, ഇനി എന്തൊക്കെ. ഇപ്പൊ ചിലരുടെ മനസ്സിൽ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ പോലെ ഒരു 5-8 10 കാര്യം വന്നിട്ട് നെഞ്ചത്തൊരു ചെണ്ടമേളം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അത് വിടണമെന്നാ ദൂത്.
ഈ ചിലർക്കൊക്കെ ഈ സക്കായിയുടെ കൂട്ടാ മരത്തേൽ ഇരുന്ന് ദൂത് കേൾക്കണം. എന്തുവാ പെണങ്ങല്ല് അറിയാം. മരത്തേൽ ഇരുന്ന് ബ്രദറിന് യേശുവിനെ എന്നെ അറിയാം, എന്നെ പേര് വിളിച്ചു, എന്നെ ഇറങ്ങാത്തെ ഇറങ്ങാൻ പറഞ്ഞതാ. പക്ഷെ ഞാന് അതുകൊണ്ടാ നിന്റെ വീടിന് രക്ഷ വരാതിരിക്കുന്നത്. മനസ്സിലായില്ല ബ്രദറെ? അപ്പുറത്തെ സൗദാമണിയെ വിളിച്ചില്ല, ചാക്കോയെ വിളിച്ചു, എൻ്റെ പേര് മാത്രം സക്കായേ. അച്ഛൻ എന്നെ ഇറങ്ങാത്തെ. ഇറങ്ങാൻ വലിയ പാടാ. ഈ മരത്തെ കയറുന്നവരോട് ചോദിക്കണം, കയറുന്നതിനെക്കാട്ടി പ്രയാസമാ അല്ലയോ? അല്ലയോ? അല്ലയോ ചാ? മരത്തെ കയറിയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കുക. മരത്തെ ഞാൻ കയറിയിട്ടുള്ളൂ, ഞാൻ കൈപൊക്കി പിടിച്ചേക്കുന്നു. നിങ്ങളെല്ലാം ജർമ്മനി ജനിച്ചവരെ പോലെ എല്ലാവരും കൂടെ എന്നെ നോക്കിയിരിക്കുന്നു. മരത്തെ കയറിയിട്ടുണ്ടോ? അച്ഛൻ കയറിയിട്ടുണ്ടോ? മോൻ കയറിയിട്ടുണ്ടോ? നിങ്ങൾ നോക്ക. ഞങ്ങളുടെ നാട്ടിലെ ഞാൻ പറഞ്ഞ സണ്ണിപ്പാഷക്കറിയാം, ഒരു പേര് പറയുന്നില്ല. ഒരച്ഛന് ഈ തെങ്ങേ കയറുന്ന മിഷൻ ആദ്യമായിട്ട് ഇറങ്ങിയ സമയമാണ്. പുള്ളിക്ക് ആകെ ഒരു 10-40 തെങ്ങുണ്ട്. ഒരു തെങ്ങേ കയറുന്നതിന് അന്ന് 15 രൂപയാണ്. മാസത്തിൽ ഒരിക്കൽ തെങ്ങ് കയറാൻ കാശ് കൊടുക്കാൻ ഈ അച്ഛൻ പിശുക്കനായോണ്ട് അച്ഛൻ പറഞ്ഞു, ഒരു മാസത്തെ തെങ്ങ കയറുന്ന കാശ് കൊടുത്താൽ മതി, ഒരു മിഷൻ വാങ്ങിക്കാവുന്ന ഒരു മിഷൻ വാങ്ങിച്ചു താഴെ കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്ത് മെളിപ്പോയി. പുള്ളി വിചാരിച്ച താഴത്തെ കളിയാ മേളത്തെ കളിയെന്നാ വിചാരിച്ച. അവിടെ ചെന്നപ്പം ഒരു ഓലമടലെ പിടിച്ചതാ, അതിങ്ങടന്നു പോന്ന് പുള്ളി നേരെ തലകുത്തി താഴോട്ട്. കാല് മിഷനെ നിൽക്കുക ആള്. പിന്നെ ഭാര്യ മിടിക്കാണ്ട് ഫയർഫോഴ്സിനെ വിളിച്ച് പെട്ടെന്ന് ഫയർഫോഴ്സുകാർ വലിയ മണിയൊക്കെ അടിച്ച് ആംബുലൻസ് എല്ലാം കൂടെ വന്ന് കയറി സ്തോത്രം ആളെ ഇറക്കി 10-24,000 രൂപ ചിലവായി. സമാധാനമായി. ഇപ്പം മിഷൻ വീട്ടിലുമുണ്ട്, തെങ്ങുകാറ്റക്കാരൻ കയറുന്നുമുണ്ട്. അപ്പൊ കയറുന്നതിനെക്കാട്ടി പ്രയാസമായ എന്താ? അതുകൊണ്ടാ പലരും ഇറങ്ങാത്ത. പച്ചയുടുപ്പിട്ട് പച്ചയിലക്കകത്ത് പച്ചിച്ച് മാമി ഇരിക്കുക. ദൂതോ എന്നോട് തന്നെ ജീസസ്. പിന്നെന്താ ഇറങ്ങാത്തെ? ഇറങ്ങാൻ പാടാ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ 12:1 യഹോവ അബ്രഹാമിനോട് അരുൾ ചെയ്തതെന്തെന്നാൽ. ആര് പറഞ്ഞു? ദൈവം. ആരോട് പറഞ്ഞു? അബ്രഹാമിനോട്. പ്രവാചകനിലൂടെ ആണോ ഡയറക്റ്റ് ആണോ? ഡയറക്റ്റ്. ശ്രദ്ധിക്കണം. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇവിടുന്ന് ഇറങ്ങി അമേരിക്കയ്ക്ക് പോകാൻ പറഞ്ഞായിരുന്നെങ്കിൽ, മകനെ നീ എല്ലാം വിട്ടിട്ട് ഇറങ്ങിക്കോ. നിന്റെ പാസ്പോർട്ടിൽ അമേരിക്കൻ വിസ അടിക്കുന്നു, USA ഗ്രീൻ കാർഡ് നിനക്ക് കിട്ടുന്നു, അവിടെ PR കിട്ടുന്നു, അവിടെ ഇന്ന വീട് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ ഇറങ്ങി. ഞാൻ അബ്രഹാമിനോട് പറയാ, കാണിപ്പാനിരിക്കുന്ന ദേശം. അതെന്തുവാ കർത്താവേ? അത് കാണിപ്പാനിരിക്കുന്ന ദേശം. പക്ഷെ ഒന്ന് ഉറപ്പ് തരാം, നീ കണ്ടിട്ടില്ലാത്ത ദേശം, നിന്റെ ജനറേഷൻ കാണാത്ത ദേശം. എന്തുവാന്ന് പറഞ്ഞിട്ട് നീ ഇറങ്ങണ്ട. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയേക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, കണ്ടിട്ടല്ല ഇറങ്ങേണ്ടത്, കാണേണ്ടവനെ കണ്ടിട്ടിറങ്ങണം. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, യേശുവിനെ കണ്ടിറങ്ങണം, പ്രവചനം കണ്ടിറങ്ങരുത്. യേശുവിനെ കണ്ടിറങ്ങണം, സ്വപ്നം കണ്ടിറങ്ങരുത്. യേശുവിനെ കണ്ടിറങ്ങിയാൽ വഴിയിൽ നീ തിരിച്ചു പോവുകയില്ല. കണ്ടങ്ങോട്ട് ഇറങ്ങി. ഈ പോയ കൂട്ടത്തിലെ ഒരു പുള്ളി അബ്രഹാമിന്റെ കൂടെ അങ്ങ് പോയി. എന്തുവാ? അബ്രഹാമിന്റെ കൂടെ
ആ പുള്ളിയുടെ പേര് പറയാം. എന്തോ? ലോത്തിന്റെ വൈഫിനെ അറിയോ? ഞാൻ പരിചയപ്പെടുത്താൻ ബൈബിളിൽ പോയി. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഏത് വകുപ്പിൽ? അനുസരിച്ചു എന്ന വകുപ്പിൽ. ഇവിടെ കിട്ടിയോ? എബ്രായ ലേഖന കർത്താവ് അത് തെളിച്ചെഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മി എവിടേക്ക് പോകുന്നു എന്നറിയത് അനുസരിച്ച് പുറപ്പെട്ടു. ഇപ്പൊ ദൈവത്തെ അനുസരിച്ചാൽ ഭയങ്കര അനുഗ്രഹം. നീ അല്ലാതെ വേറെ ആരും ആ പ്രാർത്ഥനയ്ക്കൊക്കെ പോവും. എന്തോ കണ്ടുകൊണ്ടാ പോയേ? അവർക്ക് സ്വന്തമായിട്ട് സഭാകളുണ്ടോ? വാടക കെട്ടിടത്തിൽ പോയിരുന്ന് കൈയടിക്കുമല്ലോ. ഹോളൊക്കെ പണി വരാം. മിണ്ടുന്നില്ലല്ലോ. എന്താ ഹോളൊക്കെ പണി? ആ ഹോള് പണിതിട്ട് നീ വരണ്ട. പിള്ളേരും മിണ്ടുന്നില്ലല്ലോ. ഇവിടെ എന്താ ദൂത്? കർത്താവ് പറയാ, നിനക്കൊരു സീക്രട്ട് ഒളിപ്പിച്ചു വെച്ചേ, കാണിപ്പാനിരിക്കുന്ന ദേശം. ധൈര്യം കൊണ്ടേ ഇറങ്ങാം. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ. എന്തോ തരാമെന്ന് പറഞ്ഞു. കാണിപ്പാനിരിക്കുന്ന ഈ അബ്രഹാമിനെ ദൈവം അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നറിയോ? അനുഗ്രഹിച്ചു. അബ്രഹാമിനെ ദൈവം അങ്ങോട്ട് ഈ അനുസരിച്ചിറങ്ങുന്നവനെ എന്ത് ചെയ്യുക? അനുഗ്രഹിച്ചു. ഈ നിങ്ങൾക്കറിയാമോ, അബ്രഹാമിനെ മാത്രമല്ല കൂടിറങ്ങിയ പുള്ളിക്കും കിട്ടി. കൂടിറങ്ങിയ പുള്ളിക്കും എന്തോ കിട്ടി? അനുഗ്രഹം കിട്ടി. എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിന് അവരെ വഹിക്കാൻ പറ്റാത്ത പോലെ സമ്പത്ത് കൊടുത്തു. ഈ സമ്പത്തൊന്നും നീ വാങ്ങിക്കുന്നതിന് ദൈവത്തിനെതിരില്ല. എതിരുള്ള കുറച്ച് പ്രസംഗകരുണ്ട്. എതിരുള്ള കുറച്ച് പ്രസംഗകര് ഉണ്ട്. എന്തിനെതിരാ? സമ്പത്ത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഏത് പുസ്തകത്തിലെ വാക്യാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വേദപുസ്തകത്തിലെ അബ്രഹാമും റിച്ചായിരുന്നു, നമ്മുടെ യേശുക്രിസ്തുവും റിച്ചായിരുന്നു. നിനക്ക് വേണ്ടി അവൻ ദരിദ്രനായതാ. യോഹന്നാൻ പറയാ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ അത്ര വില കൂടിയ ചെരുപ്പായിരുന്നു. അവന്റെ വസ്ത്രത്തിന് തുന്നലില്ലായിരുന്നു. ബൈബിൾ പഠിക്കും, തുന്നലില്ലാത്ത വസ്ത്രം എന്നാ വസ്ത്രമാ? പക്ഷേ നിന്നെ സമ്പന്നനാക്കാൻ അവൻ ദരിദ്രനായി. ഉണ്ടെന്നില്ല. അവൻ നഗ്നനായത് നീ നഗ്നനാകാതിരിക്കാനാ. അവൻ മുൾമുടി ധരിച്ചത് നീ മുറി വേക്കാതിരിക്കാനാ. നിന്നെ ഓർത്ത് സഹിച്ചതാ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേൾക്കണം. വിഷയം മറക്കരുത്. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ഉൽപ്പത്തി 24:1 വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ സകലത്തിലും അബ്രഹാം വയസ്സ് ചെന്നു വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. വൃദ്ധനായിട്ടും അനുഗ്രഹം പോയോ? മിണ്ടുന്നില്ലല്ലോ. അബ്രഹാമിന് മോളെ 24:1 വായിച്ചേ. അബ്രഹാം വയസ്സ് ചെന്നു വൃദ്ധനായി. നിങ്ങളുടെ പുസ്തകത്തിലെ വാക്യം തന്നെയല്ലേ വായിക്കുന്നേ മോളെ? നീ സാധാരണ വായിക്കുന്ന ബൈബിൾ തന്നെയാണല്ലോ. എന്നാ വായിക്കും. അബ്രഹാം വയസ്സ് ചെന്നു വൃദ്ധനായി. അബ്രഹാം വയസ്സു ചെന്ന് വൃദ്ധന. ദൈവത്തെ അനുസരിക്കുന്ന നീ വയസ്സ് ചെന്ന് വൃദ്ധനായാലും തമ്പുരാന്റെ അനുഗ്രഹം നിന്റെ മേൽ കാണും. വയസ്സ് ചെന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. സകലത്തിലല്ല, സകലത്തിലും അനുഗ്രഹിച്ചു.
ഇനി എന്നെ നോക്കി. ഇപ്പം നിങ്ങൾ പിണങ്ങുവേ. എന്തോ അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തേ. ഇപ്പം ലോത്ത്, ഈ അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ ഒരു ചെറിയൊരു ഒരച്ചല്, അങ്ങനെ അതിൽ ആൾ കൂടിയ ചെറിയ ചില വാഗ്വാദമൊക്കെ. ഒരു വീട്ടിൽ അപ്പനും അമ്മയും 2 ആൺപിള്ളേരും മാത്രമേ ഉള്ളായിരുന്നു. 2 പേർക്ക് കല്യാണം കഴിച്ച് 2 പെൺപിള്ളേരെ കൂടെ കൊണ്ടുവന്നപ്പോൾ ആ വീട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. മിണ്ടുന്നില്ലല്ലോ. ഉടനെ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ അങ്ങോട്ടാന്നേ ഞാൻ പിണങ്ങിയല്ല. അതിന് ബൈബിളിൽ തെളിവുണ്ട്. ലോത്തിന്റെ നന്മ ശത്രു കൊണ്ടുപോയപ്പം എൻ്റെ കൂടെ നിന്ന എന്നെ പൊട്ടിച്ചേച്ച് പോയതാ വരട്ടാ ഒന്നുമല്ല പറഞ്ഞേ. അബ്രഹാം അഭ്യാസികളെ കൊണ്ടുപോയി അപകരിച്ച നന്മ തിരിച്ചു ലോത്തിന് എത്തിച്ചു കൊടുത്തു. അതാ സഹോദര സ്നേഹം. നിന്റെ കൂട്ടുവിശ്വാസിക്ക് ഒരു പ്രശ്നം വന്നാൽ അത് നിന്റെ പ്രശ്നമായി ഏറ്റെടുക്കണം. അവിടെയാണ് വിജയം. മനസ്സിലായ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനിയും പറയട്ടെ, സ്തോത്രം. അബ്രഹാമിനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിന്റെ സമൃദ്ധി നിൽക്കുമ്പോൾ ഉൽപ്പത്തി 12 സംസാരിച്ച ദൈവം തന്നെ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നെ ഒരു 2 മിനിറ്റ് നോക്കിയിരിക്കണം. അബ്രഹാം ജനിച്ചു വളർന്നത് ഒരു കച്ചവടക്കാരൻ അപ്പൻ്റെ മോനായിട്ടാണ്. കച്ചവടം ഒന്നും ഞാൻ പറയുന്നില്ല, കച്ചവടക്കാരനായ അപ്പൻ്റെ മോനായിട്ടാണ്. വലിയ റിച്ച് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഉൽപ്പത്തി 24 എത്തിയപ്പോൾ പുള്ളി എന്തുപോയി? ഭയങ്കര റിച്ചായി. ഉൽപ്പത്തി 12 സംസാരിച്ച ദൈവം 22 ഒന്ന് സംസാരിച്ചു. ആരോട്? അബ്രഹാമിനോട്. ഭയങ്കര അനുഗ്രഹം കൊടുത്ത ഒരു സാധനം തമ്പുരാൻ തിരിച്ചു ചോദിച്ചു. ഉണ്ടെന്നില്ല. അപ്പൊ ചോദിക്കണേ, അബ്രഹാം സമ്പന്നനായപ്പോഴും ദൈവശബ്ദം കേൾക്കുമായിരുന്നു. അഹങ്കാരിയായിരുന്നോ? ഇടപെട്ടുന്നില്ലല്ലോ. നമുക്കൊക്കെ ഇച്ചിരി അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പാസ്റ്ററുടെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വന്ന് കാണാം. ഉണ്ടെന്നില്ലല്ലോ. പാസ്റ്ററുടെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് വരെ പാസ്റ്റർ എടുക്കൽ അപ്പോയിൻമെന്റ് ഒന്ന് പ്രാർത്ഥിച്ചു പാസ്റ്റർ. ഇപ്പം റിച്ചായപ്പം പറയാം പാസ്റ്റർ അപ്പോയിൻമെന്റ് എടുത്ത്. അബ്രഹാം അങ്ങനെ അല്ലായിരുന്നെന്ന്. എത്ര സമ്പന്നനായിട്ടും എബ്രായ ലേഖനകർത്താവ് എഴുതിയ കേൾക്കണോ? അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട് പോയ നഗരം നോക്കി പാർത്തു. ഇവിടെ 4 ആടിനെ കേശവദാസുപുരത്ത് ഒരു കൊച്ചു വീടും തമ്പാനൂര് സ്തോത്രം 4 ഫ്ലാറ്റും കിട്ടിയപ്പോൾ നീ ഓർത്തു നീ വലിയ സംഭവമാണ്. ഒരു ഒറ്റ ശ്വാസം തിരിച്ചെടുത്ത ഇടപാട് തീരുന്നില്ല. മനസ്സിലായോ? ഞാൻ അനുസരണം എന്ന പദം കൊണ്ടുവരിക. എന്നും ഉണർവ് മാത്രം പോരാല്ലോ, ഇന്നൊരു തൂതൂടെ വേണമല്ലോ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഉൽപ്പത്തി 12 കേട്ട ശബ്ദം ഒട്ടും മാറ്റു കുറയാതെ 22 വായിച്ച്. ഉൽപ്പത്തി 22:1. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ 12 വിളിച്ച ദൈവം 22 വിളിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ല? എന്നെ നമുക്ക് പറയാം. ഉൽപ്പത്തി 12 വിളിക്കുമ്പോൾ ഓലപ്പരയ്ക്കാതായിരുന്നു. ഉൽപ്പത്തി 22 വിളിക്കുമ്പോൾ ഓലപ്പരയ്ക്കകത്തല്ല, തിരുവനന്തപുരത്താണ്ട് പറയാം, പട്ടം ജംഗ്ഷനിൽ 7000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ, സെൻട്രൽ AC വീട്ടിൽ, 4 ബെൻസ് 3 ഓടിയും കിടക്കുന്ന വീട്ടിനകത്ത് അബ്രഹാം താമസിക്കുമ്പം അബ്രഹാമിനെ ദൈവം വിളിച്ചു. വൈദ്യ. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കും. അതിന് തൊട്ട് മുമ്പിലൂടെ ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അതിന് തൊട്ട് ഒരു വാക്കൂടെ മുമ്പിൽ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് അവിടെ ദൈവം വിളിക്കുക, അബ്രഹാമേ ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ആ ഓലപ്പരയ്ക്കകത്ത് കിടന്ന അതേ കർത്താവേ ഞാനിതാ. ദൈവശബ്ദോ, ദൂതോ, വെളിപ്പാടോ?
ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഓലപ്പുര കിടന്നപ്പോൾ ഇത് മാത്രമേ ഉള്ളായിരുന്നു. അന്നും ഇന്നും തമ്മിലുള്ള കുഴപ്പമാണ് പറയുന്നത്. നീ എത്ര കോടീശ്വരനായാലും ദൈവശബ്ദത്തിന്റെ വില ഒന്ന് തന്നെയാണ്. മിണ്ടുന്നില്ല. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി ശ്രദ്ധിക്കേ ആ വാക്യം. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ യിസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുൾ ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട്. ചോദ്യം. ആദ്യം ദർശനം കിട്ടിയപ്പോഴും അപ്പനോട് അനുവാദം ചോദിച്ചില്ല. ഇപ്പം ദർശനം കിട്ടിയപ്പോൾ ഭാര്യയോടും അനുവാദം ചോദിച്ചില്ല. അന്ന് വരെ അബ്രഹാമിന്റെ വീട്ടിലൊരു തീരുമാനം എടുത്താൽ ഡൈനിങ് ടേബിളെ ചുറ്റുമിരുന്ന് സാറായും ബന്ധുമിത്താതുകളും ഇരുന്ന് തീരുമാനം എടുക്കുന്ന ദർശനം മാത്രം സാറാ പോലും അറിഞ്ഞില്ല. മനസ്സിലായി വരുന്നുണ്ടോ നിങ്ങൾ? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ 1 രൂപ കയ്യിലില്ലാത്ത ആളാകാം, 100 കോടി കയ്യിലുള്ളവനാകാം. പക്ഷെ ദൈവശബ്ദത്തിന് 1 രൂപക്കാരനും 100 കോടിക്കാരനും ഒരുപോലെ. അനുസരണം എന്ന പദം നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരാൻ പോവുക. പക്ഷെ ഒരു 10-20 മിനിറ്റ് കൂടെ എനിക്ക് തരണം, എന്നാലേ ഈ അനുസരണം നിങ്ങളുടെ ഉള്ളിൽ കയറ്റാൻ പറ്റൂ. ചോദ്യം, അബ്രഹാമിന് വർഷങ്ങൾ പിള്ളേരില്ലായിരുന്നു. വർഷങ്ങള് സാറായും പറഞ്ഞു ഇനിയും പിള്ളേരുണ്ടാകാൻ, നാട്ടുകാരും പറഞ്ഞു ഇനിയും പിള്ളേരുണ്ടാകാൻ. പക്ഷെ ദൈവം പറഞ്ഞു പിള്ളേര്. ഈ അബ്രഹാമും ഒരിക്കൽ ഈ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടായിരുന്നപ്പോൾ അബ്രഹാം പറഞ്ഞു, ഇനി ഇല്ലേലും കുഴപ്പമില്ല, ഇവനെ അങ്ങ് ശരിയാക്കി തന്നാൽ മതി. പറഞ്ഞില്ലേ? ബൈബിള് വായിച്ചാലേ അറിയത്തുള്ളൂ. അന്നേരം ദൈവം പറഞ്ഞ അല്ല, നിനക്ക് തന്നെ സന്തതി ഉണ്ടാവും. ഞാനൊരു കാര്യം പറയാം, അല്പകാലതാമസം കാല് മാറ്റി ചവിട്ടരുത്. ദൈവം പറഞ്ഞ അതുപോലെ സംഭവിക്കും. തിരിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവനല്ല നിന്റെ അവകാശി, ദൈവം ഉറപ്പിച്ചു. അപ്പൊ ഒരു ചോദ്യം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവാം. ഒന്നുമില്ലാഞ്ഞപ്പം വെല്ലവും ചോദിച്ചാ നമ്മൾ കൊടുക്കും. എല്ലാം ഉള്ളപ്പം കണ്ണായ ഒരു കാര്യം ചോദിച്ചാ കൊടുക്കുമോ? തുറന്നു പറ. ഒന്നുമില്ലാത്തപ്പം നമ്മളോട് ചോദിച്ചാൽ എന്തും കൊടുക്കും. എല്ലാം ഉണ്ടായി കഴിയുമ്പം കണ്ണായ ഒന്നിനെ ചോദിച്ചാൽ കൊടുക്കുമോ? ഉണ്ടെന്നില്ലല്ലോ. പണ്ടൊക്കെ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കോഴിയെ ഒക്കെ നമ്മുടെ വീട്ടിൽ മുട്ടയൊക്കെ അന്നൊന്നും വാങ്ങിക്കത്തില്ല, ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. എന്നൊക്കെ ഈ കോഴികളെ ഇങ്ങനെ, ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ്, നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ ഒരു കമ്പ് തന്നും അതിൻ്റെ അറ്റത്ത് ഒരു പ്ലാസ്റ്റിക്കും എല്ലാം കെട്ടി ഇങ്ങനെ തരും. എന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ നോക്കണം. പണ്ടത്തെ പ്രായമുള്ളവരുടെ കാര്യമാണേ. ഒരു കോഴിക്കുഞ്ഞ് വളർന്നൊരു പരുവത്തിലെത്തിപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ കൊല്ലല്ലേ, പള്ളി കൊടുത്തേക്കാം. കൊല്ലല്ലേ. ആ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ആ കോഴിയുടെ കാലെ പിടിച്ചോണ്ടാണ് പോകുന്നത് പള്ളി കൊടുക്കാൻ. നല്ല അപ്പുറത്തൊരു കോഴി നിൽപ്പുണ്ട്, അതിനെ കൊടുക്കുകയല്ല. MBBS FRCP കഴിഞ്ഞ മോനുണ്ട്, അവനെ കൊടുക്കുകയല്ല. SLC 3 തോറ്റാണ്, എന്നാൽ വേലയ്ക്ക് ഇരുന്നോട്ടെന്ന്. തമ്പുരാൻ അതല്ലേ എടുത്തോളാൻ. നമ്മളാരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രമൊക്കെ പോയോ? മനസ്സിലായിക്കേ? തമ്പുരാൻ ചോദിച്ചാ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുക. ഈ പിള്ളേരെല്ലാം അപ്പനോട് വീതം ചോദിക്കുമ്പോഴേ ഏതെങ്കിലും പിള്ളേർ കണ്ടം ചോദിക്കുമോ? ഇല്ല, എനിക്ക് ആ കേശവാസുപുരത്ത് കിടക്കുന്ന 15 സെന്റ് മതി. അവൻ 1/2 ഏക്കർ കണ്ടം കൊടുത്തു. കാര്യം ഈ 15 സെന്റ് കൊടുത്താൽ 50 കണ്ടം വാങ്ങിക്കാം. തമ്പുരാനും കണ്ണായത് ചോദിക്കും, നിന്റെ മോനെ തരാവോ? അതെന്നാ കാര്യം? നീ ഇപ്പോഴും അനുസരണത്തിലാണോ എന്ന് എനിക്കറിയണം. നിന്റെ അനുഗ്രഹത്തിന്റെ നെക്സ്റ്റ് ലെവൽ നിനക്ക് തരാനൊരു ടെസ്റ്റാ. ഇവിടെ നീ എന്നെ അനുസരിച്ചാൽ ഇനിയത്തെ അനുഗ്രഹം ഐശ്വര്യമായതാ.
യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദിവസം മുതൽ, ഓ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഈ മോനെയും കൊണ്ട് ഈ പണ്ടൊക്കെ ഞാനൊക്കെ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോഴേ പഴയ അവിടെ ഒരു നാടകം നടത്തി. പഴയ നിയമത്തിലെ അബ്രഹാമും ഇസഹാക്കും, പുതിയ നിയമത്തിലെ അബ്രഹാം ഇസഹാക്കും തമ്മി. അപ്പം ഞാൻ ആ നാടകം കണ്ടു. അപ്പോൾ പഴയ നിയമത്തിലെ അബ്രഹാം ഇസഹാക്കിൻ്റെ തലയിൽ വിറകെടുത്ത് വെച്ച് കൊടുത്ത് മോറിയാമല കയറുന്ന ആദ്യത്തെ രംഗം. രണ്ടാമത്തെ രംഗം ഇപ്പോഴത്തെ ഇസഹാക്ക് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പറപ്പിച്ചിട്ടിട്ട് അപ്പം പറഞ്ഞ് വിറകെടുത്ത് എനിക്ക് വെക്കത്തില്ല, അപ്പം വേണം എടുത്തോളാൻ പറഞ്ഞു. അപ്പം മോൻ മുമ്പിൽ പോന്നു, അപ്പം വിറകെടുത്തോണ്ട് പുറകെ വന്നു. മോറിയാമല ചെന്നപ്പം അപ്പം പറഞ്ഞു യാഗപുരത്തെ കിടക്കാൻ പറഞ്ഞു. അവൻ പിടിച്ച് അപ്പനെ കിടത്തി. നാടകമാണേ. എന്നാൽ അതിനകത്ത് ചിന്തിക്കാനുള്ള ചെറിയൊരു കാര്യം അങ്ങനെ ശ്രദ്ധിക്കണം. ദൈവത്തെ അനുസരിച്ച അബ്രഹാമിൻ്റെ മകൻ അബ്രഹാമിനെ അനുസരിച്ചു. ദൈവം പറയും, ആ ജനറേഷനിൽ നിന്ന് അനുസരണമെന്ന ഒറ്റ പദത്തിൽ നീ നിമിത്തം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ഞാൻ ഈ ദൂത് പറയാം, എന്തോ ഒരു തുടക്കം ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ചിലരോട് പറയാം, എന്തോ ഒരു തുടക്കം ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ആരംഭിക്കുക, ഇന്ന് പകൽ നിന്റെ വീട്ടിൽ ആരംഭിക്കുക. എന്തോ ഒരു തുടക്കം, അതിന്റെ രഹസ്യം അനുസരണമാണ്. മോറിയാമലയെ കൊണ്ട് എനിക്ക് ഏറ്റവും എന്നെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു ദൂത് പറയാം. നിങ്ങൾ എന്നെ നോക്കണം. യാഗപീഠത്തിൽ പിടിച്ച് ഇസഹാക്കിനെ കടത്തി. അബ്രഹാമിന് ഒരു മയവുമില്ല, കത്തിയെടുത്തു വെട്ടാൻ പോവാ. നോക്കിയേ, ഇത്രയും കത്തി ഉയർന്നു നിൽക്കുക. അത് താഴോട്ട് പതിച്ചാൽ ഇസഹാക്ക് എന്ന സന്തതി രണ്ടാവും. ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും ഇസഹാക്കിന്റെ ഇടയ്ക്ക് കൂടെ ഒരു ദൈവശബ്ദം കയറിയിറങ്ങി. ഞാനൊരു ദൂത് പറയാം. നിന്റെ ചില ജീസസ് പ്രതികൂല സാഹചര്യത്തിനകത്ത് നിനക്ക് വിടുതൽ തരാൻ അതിനിടയ്ക്കൂടെ ഒരു ശബ്ദം കയറിയിറങ്ങുക. ചെലവിനെ നിശ്ചലമാക്കിക്കൊണ്ട് ദൈവം വിളിച്ചു, അബ്രഹാമേ. ഹല്ലേലൂയ. ഈ ചിലക്ക് ചുമ്മാ കളിയാക്കി നിന്റെ ദൈവം എന്തോ ചെയ്തെന്ന്. ഇസഹാക്കിനോട് ചോദിച്ചു, എന്നാ ചെയ്തെന്ന് കേൾക്കണോ? ഒരു സെക്കൻഡ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രണ്ടായിരുന്നു. അതിനിടയ്ക്കൂടെ ഒരു മെല്ലെ ദൈവശബ്ദം കയറിയിറങ്ങി. ഒറ്റ വിളി, അബ്രഹാം. അവിടെ നിന്ന് അബ്രഹാം, തുടരുത് ബാലന്റെ മേൽ. എന്നാ കാര്യം? അവൻ വാഗ്ദത്തവാ. ഞാൻ ഇന്ന് വിളിക്കുന്ന ചതിനോട് ദൂത് പറയാ, ശ്യാമ ആരുടെയൊക്കെ കൈ നിനക്ക് നേരെ പൊങ്ങിയാലും അതിനിടയ്ക്കൂടെ ഒരു ശബ്ദം കയറി ഇറങ്ങിയാൽ, ഒരു ദൈവ ശബ്ദം കയറി ഇറങ്ങി. അബ്രഹാമിന്റെ വിശ്വാസമൊക്കെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ചാരത്തിൽ നിന്ന് 1000 ഇസഹാക്കന്മാരെ എഴുന്നേൽപ്പിക്കാന്നൊക്കെ വിശ്വാസമാണെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ നോക്ക്, തുറന്നു പറയാം. ആ യാഗം നടക്കാതെ ഇസഹാക്കിനെ യാഗപീഠത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് തലപൊക്കി നോക്കിയപ്പോൾ ഒരാടിനെ കണ്ട് ആടിനെ പിടിച്ച് യാഗം അർപ്പിച്ചിട്ട് സ്വന്തം മോൻ്റെ തോളിൽ കൈ ചേർത്തുകൊണ്ട് അപ്പൻ നടന്നു നീങ്ങുമ്പോൾ യാഗം നടന്ന സ്ഥലത്തെ തിരിഞ്ഞു നോക്കി. പറയുന്നൊരു ശബ്ദം, അബ്രഹാമേ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഒരാമയും വരുന്നില്ല. അനുസരണം അനുഗ്രഹത്തിന്റെ അടുത്ത ലെവലാ. ദൈവത്തെ അനുസരിക്കൂ. നിന്നിൽ തുടങ്ങുന്ന അനുഗ്രഹം ജനറേഷനിലേക്ക് വരും. ഒന്ന് നെഞ്ചത്ത് കൈവച്ചറ, എൻ്റെ കാലത്ത് അത് തുടങ്ങട്ടെന്ന് പറ. ഹല്ലേലൂയ. ഞാൻ ആ വാക്യം, ഉൽപ്പത്തി പുസ്തകത്തിലെ ആ വാക്യം വായിച്ച് നിർത്താൻ പോവാ. 22:18 നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള, ഉൽപ്പത്തി 22 വാക്ക് അനുസരിച്ചത് കൊണ്ട്
നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമേ, നീ എൻ്റെ വാക്ക് ഓലക്കുടിലിൽ കിടന്നാലും കോടീശ്വരനായാലും ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ അനുഗ്രഹത്തിന്റെ അടുത്ത ലെവലാ. ഇതാ എനിക്ക് കിട്ടിയ ദൂത്. ഈ അനുസരണം നിങ്ങളുടെ അകത്ത് കേട്ടാണ് ഞാൻ ഈ 1 മണിക്കൂർ മെനക്കെട്ടെ. ഞാനൊരു ദൂത് നിന്നോട് പറയാം. അടുത്ത ലെവലിലൊരു ബ്ലെസ്സിങ്. അത് കൈയടിച്ചാൽ കിട്ടത്തില്ല, അനിപ്പാസ് തലേ കൈവച്ചാൽ കിട്ടത്തില്ല. അനുസരിച്ചാൽ അടുത്ത ലെവലിൽ